1947 ഓഗസ്റ്റ് 15-ന് സ്വതന്ത്ര ഇന്ത്യ ജനിക്കുമ്പോൾ ആ പുതുരാജ്യത്തിന് ഒട്ടേറെ വെല്ലുവിളികൾ മുന്നിലുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒന്ന്, കാലങ്ങളായി സാമ്രാജ്യത്വ ഭരണം ചൂഷണം ചെയ്ത ഈ നാട്ടിലെ വിഭവങ്ങളുടെ ദൗർലഭ്യവും പട്ടിണിയിലായ വലിയൊരു ശതമാനം ജനതയ്ക്കും അവരുടെ അടിസ്ഥാന ആവശ്യങ്ങളെങ്കിലും നിറവേറ്റുക എന്നതും. ഭക്ഷണം, പാർപ്പിടം, വിദ്യാഭ്യാസം, കുടിവെള്ളം തുടങ്ങി വലിയൊരു വിഭാഗം ജനതയ്ക്കും അടിസ്ഥാന സൗകര്യങ്ങൾ നൽകി സമൂഹത്തെ മുന്നോട്ട് നയിച്ച് ഈ നാട്ടിലെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുക എന്ന ശ്രമകരമായ ദൗത്യം അവിടെ ഉണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ ഉണ്ടായിരുന്ന മറ്റൊന്നാണ്, ആയിരക്കണക്കിന് വർഷങ്ങളായി പാരമ്പര്യമായി തുടർന്നു പോന്നിരുന്ന ജാതീയമായ അസമത്വങ്ങളെയും അടിച്ചമർത്തലുകളെയും ഒക്കെ ഇല്ലാതാക്കുക എന്നത്. മനുഷ്യർ പലതരത്തിൽ വിഭജിക്കപ്പെട്ടിരുന്ന ചരിത്രം നമുക്ക് മുന്നിലുണ്ടല്ലോ. പഴയ കാലത്തെ ഇന്ത്യൻ സമൂഹം എന്നത് വെറുമൊരു സാമ്പത്തിക വർഗ വിഭജനമൊന്നുമായിരുന്നില്ലല്ലോ. ജനനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ മനുഷ്യൻ്റെ സമൂഹത്തിലെ സ്ഥാനവും തൊഴിലും അന്തസ്സും ഒക്കെ നിശ്ചയിക്കപ്പെട്ട ജാതി വ്യവസ്ഥയുടെ കടുത്ത വിവേചന ചരിത്രം നമുക്ക് മുന്നിലുണ്ട്. അതിലൂടെ ഒരു വിഭാഗത്തിന് വിദ്യാഭ്യാസവും അധികാരവും തുടങ്ങി സർവ്വവും നഷ്ടപ്പെട്ടപ്പോൾ അഥവാ നിഷേധിക്കപ്പെട്ടപ്പോൾ മറ്റൊരു വിഭാഗം അതിൻ്റെ സർവ്വ അവകാശങ്ങളും അനുഭവിക്കുകയും ചെയ്തു. ഇത്തരത്തിലുള്ള സാമൂഹികമായ അനീതിയെ ഘട്ടം ഘട്ടമായെങ്കിലും ഇല്ലാതാക്കുന്നതിനായി ഭരണഘടനാ ശില്പികൾ കണ്ടെത്തിയ ഒരു വലിയ ആയുധമായിരുന്നു സംവരണം എന്നത്. ബ്രിട്ടീഷ് ഇന്ത്യ കാലഘട്ടത്തിൽ തന്നെ സംവരണ ആശയങ്ങൾക്ക് ഏതായാലും ശക്തി വർദ്ധിക്കുന്നുണ്ട്. പലരുടെയും നേതൃത്വത്തിൽ അടിച്ചമർത്തപ്പെട്ടിരുന്ന, അസമത്വം നേരിട്ടിരുന്ന ജനത സംഘടിക്കാനും അവകാശങ്ങൾ ചോദിക്കുന്നതിനുമൊക്കെ ആ കാലഘട്ടത്തിൽ തന്നെ തുടക്കം കുറിക്കുന്നുമുണ്ട്. ഇത്തരത്തിൽ ദേശീയ തലത്തിൽ സംവരണം എന്നതിനെ ഒരു രാഷ്ട്രീയ വിഷയമാക്കി മാറ്റിയത് ഡോക്ടർ ബി.ആർ. അംബേദ്കറുടെ പോരാട്ടങ്ങളായിരുന്നു എന്നും പറയാം. സംവരണ വഴികൾക്ക് തുടക്കമിടാൻ കാരണമായ ഒരു വലിയ സംഭവമായിരുന്നു 1932 കമ്മ്യൂണൽ അവാർഡും പൂന കരാറുമൊക്കെ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ തന്നെ വളരെയേറെ പ്രാധാന്യമുള്ള വിഷയങ്ങളാണിവ. 1932 ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന രാംസെ മക്ഡൊണാൾഡ് ഇന്ത്യയിലെ വിവിധ മത സാമൂഹിക വിഭാഗങ്ങൾക്ക് നിയമസഭകളിൽ പ്രത്യേക പ്രാതിനിധ്യം നൽകുക എന്ന നയത്തിൻ്റെ ഭാഗമായി കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ചു. ഇതനുസരിച്ച് ദളിതർക്ക് അഥവാ അന്നത്തെ ഡിപ്രസ്ഡ് ക്ലാസ് വിഭാഗത്തിലുള്ളവർക്ക് പ്രത്യേക വോട്ടവകാശവും സംവരണ മണ്ഡലങ്ങളും അനുവദിക്കുകയുണ്ടായി. അതായത് ദളിത് സ്ഥാനാർത്ഥികളെ ദളിതർ മാത്രം വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കുന്ന ഒരു രീതി സൃഷ്ടിക്കപ്പെട്ടു. പിന്നാക്ക വിഭാഗങ്ങൾക്ക് രാഷ്ട്രീയ ശബ്ദം ലഭിക്കും, അവഗണിക്കപ്പെട്ടിരുന്ന ജനതയ്ക്ക് അവരുടേതായ സ്വന്തം നേതാക്കളെ തിരഞ്ഞെടുക്കാൻ പറ്റും എന്നൊക്കെ അനുകൂലമായ വാദങ്ങൾ ഉണ്ടായെങ്കിലും മഹാത്മാഗാന്ധി ഇതിനെ ശക്തമായി എതിർക്കുകയുണ്ടായി. ഇത്തരത്തിൽ നടപടികൾ എടുത്താൽ അത് ഹിന്ദു സമൂഹത്തെ തന്നെ പിളർത്തുമെന്നും ദളിതരെ മുഖ്യധാരയിൽ നിന്ന് എന്നേക്കുമായി ഒറ്റപ്പെടുത്തുമെന്നും ഗാന്ധിജി കരുതുകയും ഇതിനെതിരായി യർവാഡ ജയിലിൽ നിരാഹാരം ഇരിക്കുകയും ചെയ്തു. അങ്ങനെ അംബേദ്കറും ഗാന്ധിയും തമ്മിൽ നടത്തിയ വലിയ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ 1932 സെപ്റ്റംബർ 24 പൂന കരാർ ഒപ്പുവയ്ക്കപ്പെട്ടു. പൂന കരാർ അനുസരിച്ച് ദളിതർക്ക് പ്രത്യേക വോട്ടവകാശം എന്നത് മാറ്റി സംയുക്ത വോട്ടർ സംവിധാനം തന്നെ നടപ്പിലാക്കി. പൊതു തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണൽ അവാർഡ് അനുസരിച്ച് ദളിതർക്കായി സംവരണം ചെയ്തിരുന്ന മണ്ഡലങ്ങളുടെ എണ്ണം 71 നിന്ന് 148 ഉയർത്തുകയും ചെയ്തു. ഏതായാലും ഇന്ത്യയുടെ സംവരണ നയങ്ങൾക്ക് വഴിയൊരുക്കിയ ഒരു വലിയ സംഭവമായി പൂന കരാർ മാറുകയുണ്ടായി. പിന്നീട് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ പട്ടികജാതിക്കാർ, പട്ടികവർഗക്കാർ എന്നീ ഔദ്യോഗിക വർഗീകരണം വരികയുണ്ടായി. അതിലൂടെ സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്നവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സർക്കാർ സർവീസിലും മുൻഗണനകൾ നൽകാനുള്ള വ്യവസ്ഥകൾ സൃഷ്ടിക്കപ്പെട്ടു. പിന്നീട് ഇന്ത്യയുടെ ഭരണഘടന രൂപീകരിക്കുന്നതിനായി 1946 ഡിസംബർ 9 ഭരണഘടനാ നിർമ്മാണ സഭ ആദ്യമായി സമ്മേളിക്കുകയുണ്ടായി. ഭരണഘടന തയ്യാറാക്കിയ ഈ സഭയുടെ ചർച്ചകളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങൾക്കുള്ള സംരക്ഷണം എന്നത്. ഈ ഒരു വിഷയത്തിൽ ആശയപരമായി 2 വിഭാഗങ്ങൾ ഉയർന്നു വന്നിരുന്നു. ഒന്ന്, നിയമത്തിന് മുന്നിൽ ഏവരും തുല്യരാകണമെന്നും ആർക്കും പ്രത്യേക പരിഗണന നൽകരുത് എന്നും പറഞ്ഞ ലിബറൽ വിഭാഗവും, സാമൂഹിക നീതിക്കായി അഥവാ അംബേദ്കറൊക്കെ പറഞ്ഞ സമം അല്ലാത്തവർക്കിടയിലെ സമത്വം എന്നത് തന്നെ അസമത്വമാണെന്നും കാലങ്ങളായി താഴ്ത്തപ്പെട്ടവരെ മറ്റുള്ളവർക്കൊപ്പം എത്തിക്കണമെങ്കിൽ ഭരണകൂടത്തിൻ്റെ പ്രത്യേക പരിഗണന നൽകേണ്ടതുണ്ട് എന്നും വാദിച്ച വിഭാഗവുമാണ്.
അങ്ങനെ ഭരണഘടനയിൽ നിർണായകമായ ചില വകുപ്പുകൾ സൃഷ്ടിക്കപ്പെടുകയാണ്. അതിൽ പ്രധാനം മതം, ജാതി, വംശം, ലിംഗം, ജനനസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവേചനം പാടില്ല എന്ന് പറയുന്ന ആർട്ടിക്കിൾ 15(1). സർക്കാർ ജോലികളിലും പൊതുസേവനത്തിലും തുല്യ അവസരം നൽകണമെന്ന് പറയുന്ന ആർട്ടിക്കിൾ 16(1). അതുപോലെ മതിയായ പ്രാതിനിധ്യം ലഭിക്കാത്ത പിന്നാക്ക വിഭാഗങ്ങൾക്ക് സർവീസുകളിൽ സംവരണം നൽകാൻ സർക്കാരിന് അധികാരം നൽകുന്ന 16(4). രാഷ്ട്രീയ സംവരണത്തിൻ്റെ ഭാഗമായി ലോകസഭയിൽ SC/ST വിഭാഗങ്ങൾക്ക് സംവരണം ചെയ്യുന്നത് ആർട്ടിക്കിൾ 330. അതുപോലെ സംസ്ഥാന നിയമസഭകളിലെ SC/ST സംവരണത്തിനായി ആർട്ടിക്കിൾ 332 തുടങ്ങിയവ ഭരണഘടനയിൽ ഉൾപ്പെടുത്തി. 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വന്നപ്പോൾ തന്നെ അത് നിയമ പോരാട്ടത്തിനുമൊക്കെ വഴി തുറന്നു. അതിൽ ശ്രദ്ധേയമായത് പഴയ മദ്രാസ് സംസ്ഥാനത്ത് നിലവിലിരുന്ന വർഗീയ സംവരണ സമ്പ്രദായത്തെ കോടതിയിൽ ചോദ്യം ചെയ്തതാണ്. അതായത് മദ്രാസ് സർക്കാർ 1928 മുതൽ പിന്തുടർന്നിരുന്ന ഒരു വ്യവസ്ഥയാണ് കമ്മ്യൂണൽ GO എന്നത്. ഇതനുസരിച്ച് മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ജാതി അടിസ്ഥാനത്തിൽ സീറ്റുകൾ വിഭജിച്ചിരുന്നു. ഇതിനെതിരെ സുപ്രീം കോടതിയിൽ കേസ് നടക്കുകയും ഭരണഘടന അനുസരിച്ച് കമ്മ്യൂണൽ GO എന്നത് ആർട്ടിക്കിൾ 15(1), 29(2) എന്നിവയ്ക്ക് എതിരാണെന്നുള്ള വിധിയും വന്നു. തുടർന്ന് തമിഴ്നാട്ടിൽ വലിയ പ്രതിഷേധങ്ങളും മറ്റുമൊക്കെ സൃഷ്ടിക്കപ്പെട്ടു. അങ്ങനെ ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയ ഗവൺമെൻറ് ഭരണഘടനയിൽ ഭേദഗതി കൊണ്ടുവന്ന് ആർട്ടിക്കിൾ 15(4) കൂട്ടിച്ചേർത്തു. ഇതിലൂടെ സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾ, SC/ST എന്നീ വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസപരവും സാമൂഹികവുമായ ഉന്നമനത്തിന് അഥവാ പുരോഗതിക്ക് പ്രത്യേക വ്യവസ്ഥകൾ കൂട്ടിച്ചേർക്കാമെന്ന വ്യവസ്ഥ സൃഷ്ടിച്ചു. സത്യത്തിൽ ഈ ഒന്നാം ഭേദഗതിയാണ് ഇന്ത്യയിൽ സംവരണ നിയമങ്ങൾക്ക് ശക്തമായ നിയമ സംരക്ഷണം ഉറപ്പു നൽകിയത്. SC/ST വിഭാഗങ്ങൾക്ക് ഭരണഘടന വഴി സംവരണം ഉറപ്പായെങ്കിലും ജനസംഖ്യയുടെ പകുതിയിലധികം വരുന്ന മറ്റ് പിന്നാക്ക വിഭാഗങ്ങളുടെ അഥവാ OBCയുടെ കാര്യത്തിൽ കൃത്യമായ കണക്കുകളോ വ്യക്തതയോ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 340 അനുസരിച്ച് മറ്റ് പിന്നാക്ക വിഭാഗങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഒരു കമ്മീഷനെ വയ്ക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ടായിരുന്നു. അങ്ങനെയാണ് രാഷ്ട്രപതിയുടെ ഉത്തരവ് പ്രകാരം കാക്ക കലേൽക്കർ കമ്മീഷൻ അഥവാ ഫസ്റ്റ് ബാക്ക്വേർഡ് ക്ലാസസ് കമ്മീഷൻ സൃഷ്ടിക്കപ്പെടുന്നത്. സ്വാതന്ത്ര്യ സമര സേനാനിയും ഗാന്ധിയനുമൊക്കെയായ കാക്ക കലേൽക്കർ ആയിരുന്നു ഇതിൻ്റെ അധ്യക്ഷൻ. 11 അംഗങ്ങളുണ്ടായിരുന്ന ഈ കമ്മീഷൻ പഠനങ്ങൾ നടത്തുകയും 1955 സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. അതിൻ പ്രകാരം ഇന്ത്യയിലുടനീളം 2399 പിന്നാക്ക ജാതികളുണ്ടെന്നും സാമൂഹിക പിന്നാക്കാവസ്ഥയുടെ പ്രധാന കാരണം ജാതി തന്നെയാണെന്നും കമ്മീഷൻ വിലയിരുത്തി. മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോളേജുകളിലും സർക്കാർ സർവീസിലുമൊക്കെ ജനസംഖ്യയിൽ പ്രധാനപ്പെട്ട OBCക്ക് വലിയ തോതിലുള്ള സംവരണത്തിനും കമ്മീഷൻ ശുപാർശ ചെയ്തു. എന്നാൽ വെറും ജാതി അടിസ്ഥാനമാക്കിയുള്ള വലിയ സംവരണങ്ങൾ സമൂഹത്തിൽ വിഭജനം സൃഷ്ടിക്കുമോ എന്നൊരു പ്രശ്നം അപ്പോൾ തന്നെ ഉയർന്നു വന്നിരുന്നു. അതിൻ പ്രകാരം ഈ റിപ്പോർട്ട് നടപ്പിൽ വരുത്താതെ മാറ്റിവെക്കുകയുണ്ടായി. പകരം സംസ്ഥാനങ്ങൾക്ക് സ്വന്തം നിലയിൽ പഠനങ്ങൾ നടത്തി OBC സംവരണങ്ങൾ കൊണ്ടുവരാമെന്ന നിർദ്ദേശം വരികയും അതിൻ്റെ ഭാഗമായി പല സംസ്ഥാനങ്ങളും നടപടികളും എടുത്തു. എന്നാൽ പിന്നീട് സംസ്ഥാന സർക്കാരുകൾ നടപ്പിലാക്കാൻ ശ്രമിച്ച സംവരണ തത്വങ്ങളും കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടു. അതിൽ പ്രസിദ്ധമായ ഒരു കേസാണ് 1963 MR ബാലാജി vs സ്റ്റേറ്റ് ഓഫ് മൈസൂർ എന്നത്. അതായത് 1962 അന്നത്തെ കർണാടക സർക്കാർ മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോളേജ് പ്രവേശനത്തിൽ 68% സീറ്റുകൾ പിന്നാക്ക വിഭാഗങ്ങൾക്കും SC/ST വിഭാഗങ്ങൾക്കുമായി സംവരണം ചെയ്തു ഉത്തരവിട്ടു. ഇതിനെതിരെ ജനറൽ വിഭാഗം പ്രതിഷേധമുയർത്തുകയും അത് സുപ്രീം കോടതിയിലെത്തുകയും ചെയ്തു. അങ്ങനെയാണ് സുപ്രീം കോടതിയുടെ ചരിത്രപരമായ ഒരു വിധി സൃഷ്ടിക്കപ്പെടുന്നത്. സംവരണം എന്നത് പൊതുവിഭാഗത്തിൻ്റെ അവസരങ്ങളെ നിഷേധിക്കുന്ന രീതിയിൽ വളരരുത് എന്നും അതിനാൽ മൊത്തം സംവരണം 50% കടക്കാൻ പാടില്ല എന്ന പിൽക്കാലത്ത് എപ്പോഴും മാനദണ്ഡമായി മാറിയ 50% പരിധി എന്നത് ബാലാജി കേസിലൂടെ സൃഷ്ടിക്കപ്പെടുകയാണ്. ഇതുപോലെ നിർണായകമായ പല കേസുകളും ഈ കാലഘട്ടത്തിൽ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് എന്നും ഓർക്കുക. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം 1977 തെരഞ്ഞെടുപ്പിൽ മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിൽ ജനതാ പാർട്ടി സർക്കാർ അധികാരത്തിലെത്തി. ഈ സർക്കാർ നിശ്ചലമായി കിടന്നിരുന്ന OBC സംവരണത്തെക്കുറിച്ച് പഠിക്കാൻ
രണ്ടാം പിന്നാക്ക വിഭാഗ കമ്മീഷനെ നിയോഗിക്കുകയാണ്. അങ്ങനെയാണ് 1978 ഡിസംബർ 25 രാഷ്ട്രപതിയുടെ ഉത്തരവ് പ്രകാരം ബീഹാർ മുൻ മുഖ്യമന്ത്രിയും പാർലമെൻറ്റ് അംഗവുമൊക്കെയായ ബിന്ദുശ്രീ പ്രസാദ് മണ്ഡൽ അഥവാ BP മണ്ഡലിൻ്റെ അധ്യക്ഷതയിൽ രണ്ടാം പിന്നാക്ക വിഭാഗ കമ്മീഷൻ സൃഷ്ടിക്കപ്പെടുന്നത്. ഈ കമ്മീഷൻ ഇന്ത്യയിലെ ഗ്രാമങ്ങളിലേക്കടക്കം കടന്നു ചെന്ന് സാമ്പത്തിക സാമൂഹിക വിദ്യാഭ്യാസ സൂചകങ്ങൾ ഉപയോഗിച്ച് വിപുലമായ സർവേ തന്നെ നടത്തുകയുണ്ടായി. അങ്ങനെ 1980 ഡിസംബർ 31 BP മണ്ഡൽ തൻ്റെ ചരിത്രപ്രസിദ്ധമായ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുകയുണ്ടായി. കമ്മീഷൻ്റെ പ്രധാന കണ്ടെത്തലുകൾ നിർണായകമായിരുന്നു. SC/ST വിഭാഗങ്ങൾ ഒഴികെയുള്ള ഇന്ത്യയിലെ മൊത്തം ജനസംഖ്യയുടെ 52% ജനതയും മറ്റ് പിന്നാക്ക വിഭാഗങ്ങൾ അഥവാ OBC എന്നതായിരുന്നു. 3743 ജാതികളെയും സമുദായങ്ങളെയും OBC പട്ടികയിൽ കമ്മീഷൻ ഉൾപ്പെടുത്തുകയും ചെയ്തു. അതുപോലെ ജനസംഖ്യയിൽ 52% വരുമ്പോഴും കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലുമൊക്കെ OBCയുടെ പ്രാതിനിധ്യം വെറും 4.3% എന്നും കമ്മീഷൻ കണ്ടെത്തി. അപ്രകാരം ജനസംഖ്യയുടെ 52% വരുന്നത് OBC ആണെങ്കിലും ബാലാജി കേസിലെ സുപ്രധാന വിധിയായ 50% പരിധി ലംഘിക്കാതിരിക്കാൻ OBCക്ക് 27% സംവരണം നൽകാൻ കമ്മീഷൻ ശുപാർശ ചെയ്തു. 1980 റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടെങ്കിലും അപ്പോഴേക്കും ജനതാ സർക്കാർ വീഴുകയും പിന്നീട് വന്ന ഇന്ദിരാഗാന്ധി സർക്കാരിൻ്റെയും രാജീവ് ഗാന്ധി സർക്കാരിൻ്റെയും കാലത്ത് മണ്ഡൽ റിപ്പോർട്ട് നടപ്പിലാക്കാതെ തുടർന്നു. റിപ്പോർട്ട് നടപ്പിലാക്കിയാൽ വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉറപ്പായിരുന്നു. എന്നാൽ പിന്നീട് 1990 നാഷണൽ ഫ്രണ്ട് സഖ്യ സർക്കാരിൻ്റെ പ്രധാനമന്ത്രിയായി അധികാരമേറ്റ VP സിംഗ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഗതി തന്നെ മാറ്റിമറിച്ച ആ ചരിത്രപരമായ തീരുമാനമെടുത്തു. 1990 ഓഗസ്റ്റ് 7 മണ്ഡൽ കമ്മീഷൻ്റെ ശുപാർശകൾ നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു എന്നും അതിലൂടെ കേന്ദ്ര സർക്കാർ സർവീസുകളിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും OBCക്ക് 27% സംവരണം നിലവിൽ വരും എന്ന നിർണായക പ്രഖ്യാപനം സൃഷ്ടിക്കപ്പെട്ടു. ഇന്ത്യയെ തന്നെ രാഷ്ട്രീയമായി മാറ്റിമറിക്കുന്ന തീരുമാനമായി അത് മാറുന്നുണ്ട്. ഉയർന്ന ജാതിക്കാരായ വിഭാഗങ്ങൾ തെരുവിലിറങ്ങി. നാടെങ്ങും പ്രതിഷേധങ്ങളും മറ്റുമൊക്കെ സൃഷ്ടിക്കപ്പെട്ടു. അധികം താമസിയാതെ VP സിംഗ് സർക്കാർ തന്നെ താഴെ വീഴുകയും ചെയ്തു. പിന്നീട് വന്ന നരസിംഹറാവു സർക്കാർ കൂടുതൽ ഭേദഗതികളോടെ 27% സംവരണം ഉറപ്പിച്ചു. അതിനോടൊപ്പം തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക വിഭാഗങ്ങൾക്ക് 10% അധിക സംവരണം നൽകാനും തീരുമാനിച്ചു. ഇന്നത്തെ EWSൻ്റെ ആദ്യ രൂപമായിരുന്നു ഇതെന്ന് പറയാം. എന്നാൽ ഈ ഉത്തരവുകൾക്കെതിരെ ഇന്ദിരാ സാഹ്നി സമർപ്പിച്ച ഹർജിയിൽ 9 അംഗ ഭരണഘടനാ ബെഞ്ചിൻ്റെ ചരിത്രപരമായ വിധിയിലേക്ക് വഴി തുറന്നു. 1992 ചരിത്രപരമായ വിധിയിൽ OBCക്ക് 27% സംവരണം നൽകാനുള്ള സർക്കാർ തീരുമാനം ഭരണഘടനാപരമായി ശരിയാണെന്ന് 6-3 ഭൂരിപക്ഷത്തിൽ കോടതി വിധിച്ചു. 50% പരിധിയിൽ കൂടാൻ പാടില്ലെന്നും OBC വിഭാഗത്തിലെ സാമൂഹികമായും സാമ്പത്തികമായും ഉയർന്നവരെ സംവരണ ആനുകൂല്യങ്ങളിൽ നിന്ന് ഒഴിവാക്കുകയും വേണം, അഥവാ ക്രീമി ലെയർ തത്വം. പ്രൊമോഷനുകളിൽ സംവരണം പാടില്ല എന്നും വിധിക്കുകയുണ്ടായി. അതിനോടൊപ്പം തന്നെ നരസിംഹറാവു സർക്കാർ നൽകിയ മുന്നോക്ക വിഭാഗങ്ങളിലെ ദരിദ്രർക്കുള്ള 10% സംവരണം ഭരണഘടന അനുസരിച്ച് സാമൂഹികവും വിദ്യാഭ്യാസപരവുമായി പിന്നാക്ക അവസ്ഥയ്ക്ക് മാത്രമായതുകൊണ്ട് ഭരണഘടനാ വിരുദ്ധമാണെന്നും വ്യക്തമാക്കി. ഈ കേസിലെ പ്രൊമോഷനുകളിൽ സംവരണം പാടില്ല എന്ന വിധി മറികടക്കാനായി പാർലമെൻറ്റ് ആർട്ടിക്കിൾ 16(4)(a) കൂട്ടിച്ചേർത്തു. അതിലൂടെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് പ്രൊമോഷനുകളിൽ സംവരണം തുടരാൻ സർക്കാരിനായി. ഇന്ദിരാ സാഹ്നി കേസിന് ശേഷം OBC സംവരണം എന്നത് ജോലിയിൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അത് ഉണ്ടായിരുന്നില്ല. അതിൻ്റെ തുടർച്ചയെന്നോണം 2005 മൻമോഹൻ സിംഗിൻ്റെ UPA സർക്കാർ ആർട്ടിക്കിൾ 15(5) കൂട്ടിച്ചേർത്തു. അതനുസരിച്ച് എയ്ഡഡ് അൺഎയ്ഡഡ് സ്വകാര്യ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ പിന്നാക്ക വിഭാഗങ്ങൾക്ക് സംവരണം നൽകപ്പെട്ടു. OBCക്ക് 27% സംവരണം നൽകുന്നതിനെ ചോദ്യം ചെയ്തുകൊണ്ട് അശോക് കുമാർ താക്കൂർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസും ഉണ്ടായി. ഇതിൻ്റെ വിധിയിലൂടെ OBCക്കുള്ള 27% സംവരണം ഭരണഘടനാ വിരുദ്ധമല്ലെന്ന് കോടതി വിധിച്ചു. ഇവിടെ തമിഴ്നാടിൻ്റെ സംവരണ വ്യവസ്ഥ എടുത്തു പറയേണ്ടതുണ്ട്. കാരണം 1992 ഇന്ദിരാ സാഹ്നി വിധിയിലൂടെ സുപ്രീം കോടതി 50% പരിധി നിശ്ചയിച്ചപ്പോൾ തമിഴ്നാട്ടിൽ നിലവിലുണ്ടായിരുന്ന 69% സംവരണം അപകടത്തിലായി. അതിനെ മറികടക്കാൻ അന്നത്തെ മുഖ്യമന്ത്രി ജയലളിത തമിഴ്നാട് നിയമസഭയിൽ പ്രത്യേക നിയമം നിർമ്മിച്ചു.
ഇതാണ് തമിഴ്നാടു ബാക്ക്വേർഡ് ക്ലാസസ് SC/ST ആക്ട്. ഇതിന് ഗവർണറുടെയും രാഷ്ട്രപതിയുടെയും ഒക്കെ അംഗീകാരവും വാങ്ങി. തുടർന്ന് 76ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ തമിഴ്നാട്ടിലെ ഈ നിയമത്തെ ഭരണഘടനയുടെ 9ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തി. 9ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തുന്ന ഈ നിയമങ്ങൾക്ക് കോടതികളുടെ നീതിന്യായ പുനരവലോകനത്തിൽ അഥവാ ജുഡീഷ്യൽ റിവ്യൂവിൽ നിന്ന് സംരക്ഷണം ലഭിക്കും. പിന്നീട് ഇന്ത്യൻ സംവരണ ചരിത്രത്തിലെ വലിയൊരു മാറ്റം സംഭവിക്കുന്നത് 2019ലാണ്. അതാണ് സാമ്പത്തിക സംവരണം അഥവാ EWS 2019. ഇതുവരെയും സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പിന്നാക്കാവസ്ഥ മാത്രം മാനദണ്ഡമാക്കിയെങ്കിൽ അവിടെ കേവല സാമ്പത്തിക പിന്നാക്കാവസ്ഥ നിയമപരമായി കടന്നുവന്നു. അങ്ങനെ 103ാം ഭരണഘടനാ ഭേദഗതിയിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് 10% സംവരണം നൽകാനായി ആർട്ടിക്കിൾ 15(6), ആർട്ടിക്കിൾ 16(6) എന്നിവ കൂട്ടിച്ചേർത്തു. ആർട്ടിക്കിൾ 15(6) വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ EWS റിസർവേഷനും ആർട്ടിക്കിൾ 16(6) ജോലികളിലെ EWS റിസർവേഷനുമാണ്. SC/ST OBC സംവരണം ലഭിക്കാത്ത വിഭാഗങ്ങൾക്കാണ് EWS കോട്ടയുള്ളത്. 103ാം ഭേദഗതി ചോദ്യം ചെയ്തുകൊണ്ട് കേസ് വരികയുണ്ടായി. ഇതാണ് 2022 ജൻഹിത് അഭിയാൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നത്. ഭേദഗതി അനുസരിച്ച് 50% പരിധി ലംഘിക്കപ്പെടുന്നുവെന്നും ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയ്ക്ക് എതിരാണെന്നുമൊക്കെ ഹർജിക്കാർ വാദിച്ചു. വാദങ്ങൾക്കപ്പുറം 2022 നവംബർ 7-ന് 5-അംഗ ഭരണഘടനാ ബെഞ്ച് 3/2 എന്ന ഭൂരിപക്ഷത്തിൽ 103ാം ഭരണഘടനാ ഭേദഗതിയും 10% EWS സംവരണവും ശരിവെച്ചു. അങ്ങനെ ഇന്ത്യയുടെ സംവരണ ചരിത്രം തുടരുകയാണ് എന്ന് പറയാം.